ഹലോ ഗെയ്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു പുതിയ വീഡിയോയുമായി വന്നിട്ടുണ്ടോ. ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയായ ഇതാണ്. പച്ചക്കറിയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല രസമാണ്, എളുപ്പമുണ്ട് ഉണ്ടാക്കാനും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് ഒരു 2 സവാള കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 കിലോ അരിയാണ് വെക്കുന്നത്. അതിലേക്ക് 2 സവാള ആദ്യം വഴറ്റുക. പച്ചക്കറികളൊക്കെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, മുട്ടക്കോസ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ പച്ചക്കറികൾ വേണമെങ്കിൽ വേറെയും ഉണ്ടാക്കിക്കോളി. ഞാൻ അപ്പോൾ അതാണ് ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതൊക്കെ നല്ലോണം കഴുകി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവാളയൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോഴേ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ സവാളയൊക്കെ നല്ലോണം അരിഞ്ഞ് വരട്ടെ. ഇത് നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളൊന്നും വല്ലാതെ വേകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പാകത്തിനൊക്കെ വെന്താൽ മതി. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടേ 2-3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിൽ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് മൂടി വെച്ചൊന്ന് മുട്ടക്കോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ മുട്ടക്കോസ് എന്നും പറയും. അതൊക്കെ ഇട്ടിട്ടേ ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലോ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ഇതോളം ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ബസ്മതി റൈസൊക്കെ നല്ലോണം കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 മുട്ട നമുക്ക് കുരുമുളക് ഉപ്പിട്ടിട്ടേ നന്നായി ഒന്ന് പൊരിച്ചിട്ടേ ഒന്ന് ചെറുതാക്കി മുറിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. മുട്ട ഇതിൽ ഇട്ട് കൊടുക്കാനാണ്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങൻ്റെ നീരും പാർന്ന് കൊടുക്കാം കേട്ടോ. ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അതും ഇട്ട് ഇളക്കിയിട്ട് കുരുമുളകും പൊടിയും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളകൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് നമ്മളെ മുട്ടയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചക്കറിൻ്റെ പണിയൊക്കെ ശരിയായി. ഇനി നമുക്ക് അരി കഴുകിയിട്ടൊന്ന് ചോറ് 90% വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ദമ്മ് കിടന്നൊന്ന് വെന്താൽ മതി, ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ. അങ്ങനെ നമ്മളെ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടേ ഒരു പാനിൽ ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ചെറിയതാവും. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ചേർക്കട്ടോ. ഞാൻ ഇപ്പോൾ അതിൽ മുട്ടയാണ് ചേർത്തിട്ടുള്ളത്, ചിക്കനല്ല ചേർത്തിട്ടുള്ളത്. ചിക്കൻ വേണമെങ്കിൽ ചിക്കനും പിച്ചിങ്ങാണ്ട് ചെറിയ എല്ലില്ലാത്ത കഷ്ണങ്ങളെ വേവിച്ചെടുത്തങ്ങാണ്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ വെന്തിട്ടോ. അതൊന്ന് വെറുതെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെന്താൽ മതി, വല്ലാതെ വേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബസ്മതി റൈസ് നമ്മൾ നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ചൂറ്റാൻ കേട്ടോ. തിളപ്പിച്ചൂറ്റിയതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊന്ന് ദമ്മ് ചെയ്താൽ മതി കേട്ടോ. ദമ്മ് ചെയ്തങ്ങാണ്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്നും ചൂടാക്കി വെച്ചാൽ നമ്മളെ മന്തി അടിപൊളിയായിട്ടോ. ഞാനിപ്പോൾ ഇതിന് സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിച്ചണം, വെളിച്ചെണ്ണയൊന്നും പറ്റില്ല. ഒരു ലേശം നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം, സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടേ കറുകപ്പട്ട, ഗ്രാമ്പൂ, കാറാമ്പുകിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും ചെറുനാരങ്ങ നീരൊക്കെ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചെറുനാരങ്ങ നീരോ സുർക്കയോ എന്തോ ഒഴിച്ചാലും മതി, കട്ട പിടിക്കണതിനാണ്. നമുക്ക് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടേ അരി ഇട്ടിട്ടേ വേവിച്ചെടുക്കാം. നമുക്ക് 90% അരിയൊക്കെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അരിയൊക്കെ കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്ക് പച്ചക്കറി ഇട്ടിട്ട് ദമ്മ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.